ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഇൻസിഡൻറ്റ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് റോഡുകളിൽ ഒരു ജീവൻ പോലും പൊലിയാതിരിക്കട്ടെ എന്നുള്ളത്. കാരണം റോഡുകളിൽ നിന്നും ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ കുറ്റം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. മേ ബി ആരുടെയും കുറ്റം കൊണ്ടായിരിക്കില്ല, പക്ഷെ ആരുടെയെങ്കിലും ഒക്കെ അശ്രദ്ധ മൂലം കൊണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു അശ്രദ്ധ ആരിൽ നിന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഏറ്റവും ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഇത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അറിയില്ല, പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ്, അതായത് ഒരു വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കാനുള്ള ഏജ് ലിമിറ്റ് 18 ഗവൺമെന്റ് പറയുന്നത്. ആ ഗവൺമെന്റ് ഒന്നുകിൽ അത് ആ ഏജ് ഒന്ന് കൂട്ടി എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അവരവർ തന്നെ, അതായത് ഓരോ മെമ്പറും, കുട്ടികൾ ഇപ്പോൾ ചില കുട്ടികൾ ചിലപ്പോൾ 18 ആകുമ്പോൾ തന്നെ വീട്ടുകാരോട് കമ്പൽ ചെയ്യുന്നുണ്ടാവാം ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി. പക്ഷെ ഇല്ല, പാരൻസ് ആയിരിക്കും ആദ്യം പറയുന്നത് 18 ആയല്ലോ ഇനി പോയി ലൈസൻസ് എടുത്തോളൂ എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് അവരവരുടെ മക്കളെ കുറിച്ച് അവരവർ തന്നെ ആദ്യം തന്നെ ആലോചിക്കണം. അതായത് ആ കുട്ടികൾ അത്രയും പക്വതയായി എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, ഇന്നത്തെ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ മക്കളൊക്കെ എല്ലാം അവർക്ക് ഭയങ്കര എളുപ്പമായിട്ട് കിട്ടുന്ന ഒരു ലൈഫിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ആ ഒരു ലൈഫിന്റെ സ്ട്രഗിള് ഇല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് എല്ലാം അപ്രോച്ചബിൾ ആണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിലും അവർ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ആ മക്കളാണെങ്കിൽ പോലും പാനിക്കായിട്ട് അവർക്ക് ആ ഒരു ട്രോമ ലൈഫ് ലോങ് ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു പാരൻസും അതിന് വഴി വെക്കാതിരിക്കട്ടെ എന്നുള്ളതാ. അതായത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ലൈസൻസ് ഒക്കെ എടുക്കാനുള്ള ഏജ് ലിമിറ്റ് 18 എന്നുള്ളതിനേക്കാൾ ഉപരി 21 മാറ്റിയാൽ അത്രയും നല്ലതായിരിക്കും എന്നുള്ളത്. കാരണം അത്രയും നാള് മക്കള് ഒന്നെങ്കിൽ പാരൻസിന്റെ കൂടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാബ്, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് എടുത്ത് തന്നെ 21 ഇയേഴ്സ് വരെ അവർ അങ്ങനെ തന്നെ ജീവിക്കട്ടെ. അതിനുശേഷം മതിയായിരിക്കും ഈ ലൈസൻസ് എടുക്കുക എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്കും പറ്റില്ല, അവരുടെ ഫാമിലിക്കും പറ്റില്ല, അവരെ കാരണം മറ്റുള്ളവർക്കും അത്രയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. എൻ്റെ ചിന്ത മാത്രമാണോ, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നും കൂടി ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. കാരണം എനിക്കറിയില്ലല്ലോ ഇതിൻ്റെ